കഷ്ടമാണ് പൗഴമല്ലി നിന്റെ കാര്യം. പെണ്ണായി പിറന്ന നിനക്ക് ഉറ്റവരും ഉടയവരുമില്ലാതെ ഈ കൊടുങ്കാട്ടിൽ വാവരുടെ താവളത്തിൽ ബന്ധനസ്ഥയായി കഴിയേണ്ടി വരിക എന്ന് പറയുമ്പോ ഞമ്മക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കാരാഗ്രഹത്തിൽ കഴിയും പോലെ ഇവിടെ കഴിയേണ്ട വല്ല കാര്യവും നിനക്കുണ്ടോ? ഇനിയെങ്കിലും പറയിൻ, എവിടെയാ മണികണ്ഠൻ? അവന്റെ ചോരയ്ക്ക് വേണ്ടിയാ ഞമ്മടെ ഖൽബ് ധരിക്കുന്നത്. എന്തൊരു കഷ്ടം ഇത്! പറഞ്ഞില്ലേ മണികണ്ഠൻ എവിടാന്ന് എനിക്ക് അറിയില്ലെന്ന്. എന്നിട്ട് എന്നെ എന്തിനിങ്ങനെ ഇട്ട് ദണ്ണിക്കുന്നേ? ദണ്ണിക്കേണ്ടത് ഈ വിധമൊന്നുമല്ല. വെട്ടിക്കീറി കാട്ടുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. മണികണ്ഠൻ എവിടെയുണ്ടെന്ന് പറയാത്തിടത്തോളം കാലം നിന്നെ ഞമ്മക്ക് ചങ്ങാതിയായി കാണാൻ പറ്റൂല. നീ ശത്രു തന്നെയാ, ഞമ്മടെ ജന്മശത്രു. ശത്രു ഞാനല്ല, സാഹിബ് ബീവിയാക്കാൻ പോകുന്ന ഐഷ. കള്ളനും കൊള്ളക്കാരനും തെമ്മാടിയെന്ന് അങ്ങയുടെ മുഖത്ത് നോക്കി വിളിച്ചില്ലേ അവൾ? പൊന്നും പണവും കൊണ്ടേന്ന് അവളെ വേൾക്കാൻ തുനിഞ്ഞപ്പോ അത് തട്ടിയെറിഞ്ഞ് കാർക്കിച്ചു തുപ്പിയില്ലേ അവൾ? പന്തള രാജ്യം വെട്ടിപ്പിടിക്കാൻ എത്തിയ സാഹിബിനെ പരമശത്രുവായിട്ട് കാണുന്നില്ലേ അവൾ? ഐഷയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കാടും നാടും വിറപ്പിക്കുന്ന ഈ കടുവയെ 2 കൈയും നീട്ടി സ്വീകരിച്ചേനെ. ചൂരും ചുണയും ചങ്കൂറ്റവുമുള്ള സാഹിബിന്റെ ബീവിയാവാൻ അവളെ 7 ജന്മം തപസ്സിരിക്കണം. സ്വപ്നത്തിൽ കിട്ടോ അവക്കിതുപോലൊരു ധീര യോദ്ധാവിനെ? എന്നിട്ടും വെറും തൃണം പോലെ കാണുകയല്ലേ വാവർ സാഹിബിന് അവൾ? അങ്ങനെ ഒരുത്തിയോട് സാഹിബിന് എന്തേ ഇത്ര പ്രതിപത്തി? ഒന്ന് വിരൽ ഞൊടിച്ചാൽ അവളേക്കാൾ 1000 മടങ്ങ് സുന്ദരികളായ പെൺകിടാങ്ങൾ അങ്ങയുടെ കാൽക്കീഴിൽ വന്ന് നിൽക്കില്ലേ? ഐഷ മാത്രമേ ഉള്ളൂ ഒരു ഭൂലോക സുന്ദരി. സാഹിബിന്റെ വീരകഥകൾ കേട്ടപ്പോ ഒന്ന് കാണാൻ കൊതിയായിരുന്നു എനിക്ക്. നേരിൽ കണ്ട് ആ ശൗര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ട് വെറുപ്പല്ല, ആദരവാണ്, അഭിമാനമാണ്, സ്നേഹമാണ്. ആ മനസ്സ് അങ്ങേ വെറുക്കുന്ന ഐഷയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അവളെ അങ്ങ് സ്വന്തമാക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അടുത്ത ജന്മത്തിലെങ്കിലും സാഹിബ് എന്റേത് മാത്രമാവണമെന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട്. അത്രമാത്രം ഇഷ്ടപ്പെടുന്നു ഞാൻ ഈ പൗരുഷത്തെ. ആയിഷയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, അവളുടെ തന്റെ ഇടം കണ്ടിട്ടാ. അഹമ്മദിയായ ആയിഷ അതേ മതത്തിൽ ജനിച്ച ഞമ്മളെ വെറുക്കുന്നത് ഞാൻ ഈ രാജ്യത്തിന്റെ ശത്രു ആയതുകൊണ്ടാ. അവൾക്ക് സ്വജാതിയേക്കാൾ സ്നേഹം സ്വന്തം രാജ്യത്തെയാ. നീയോ നെറുകെട്ട ഒരു രാജ്യദ്രോഹി. പുച്ഛമാണ് എനിക്ക് നിന്നെ, പരമപുച്ഛം. എന്നെ അങ്ങനെ എഴുതിത്തള്ളാൻ വരട്ടെ സാഹിബ്. അങ്ങയുടെ പട്ടമഹിഷ പദം അലങ്കരിക്കാൻ ഞാനാണോ അതോ ആയിഷയാണോ യോഗ്യെന്ന് കാലം തെളിയിക്കും. എന്നെ കൊന്നു കൊല വിളിച്ചാലും വേണ്ടില്ല. ഈ ജീവിതത്തിൽ പവിഴമല്ലി ഭർത്താവായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് സാഹിബിന് മാത്രമായിരിക്കും.